പ്രേക്ഷകരെ, ആന എഴുന്നള്ളിപ്പിന് കർശനമായ നിബന്ധനകൾ വരാൻ പോകുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പല ക്ഷേത്രങ്ങളിലെയും എഴുന്നള്ളിപ്പിനെ തന്നെ ബാധിക്കും എന്നതാണ് വിശ്വാസികളുടെയും ക്ഷേത്ര കമ്മിറ്റിക്കാരുടെയും ഉത്സവ കമ്മിറ്റിക്കാരുടെയും ആശങ്ക. ആന എഴുന്നള്ളത്തിലൂടെ പ്രസിദ്ധമായ ക്ഷേത്രമായ കൊല്ലം ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയുടെ ഉത്തരവ് 3 മീറ്റർ അകലം, കാണികളുമായി 8 മീറ്റർ അകലം, ആനയ്ക്ക് കൃത്യസമയത്തുള്ള വിശ്രമം, ഇതിൽ പലതും ആവശ്യം തന്നെയാണെങ്കിലും പല ക്ഷേത്രത്തിലെയും ഉത്സവങ്ങളെ അത് ബാധിക്കും എന്നതാണ് ആശങ്ക. എന്താണ് കൊല്ലത്തെ അവസ്ഥ ദേവസ്യ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ സ്വന്തം ആനയോടൊപ്പമാണ്. ഈ ക്ഷേത്രത്തിലെ ആനയാണ് അപ്പു. ഈ അപ്പുവിനെ എത്രമേൽ സ്നേഹിക്കുന്ന ആളുകളാണ്. ഈ ക്ഷേത്രത്തിലെ ആചാരം തന്നെ ആന എഴുന്നള്ളിപ്പാണ്. നേർച്ച നൽകുന്നത് ഒരു ആനയെ എഴുന്നള്ളിക്കുക, ഉദ്ദിഷ്ട കാര്യത്തിന് നമുക്ക് നേർച്ചയായി കൊടുക്കുന്നത് ആനയെ എഴുന്നള്ളിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ 68 ആനകളെ വരെ നിർത്തിക്കൊണ്ടുള്ള ഉത്സവമാണ് നടക്കുന്നത്. അവർക്ക് എങ്ങനെ ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ആനയുടെ ചെവി ആട്ടുമ്പോൾ മറ്റു ആനയ്ക്ക് മേൽ തട്ടരുത്, 3 മീറ്റർ അകലം പാലിക്കണം, കാണികൾ നിൽക്കുന്നത് 8 മീറ്റർ അകലം നിൽക്കും. ഇത്തരം ഈ നിബന്ധനകളൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? എങ്ങനെയാണത്? കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്ര വിശ്വാസത്തെയും ഹനിക്കുന്ന തരത്തിൽ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ പരാമർശങ്ങളും ജഡ്ജ്മെൻറ്റും കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ മൊത്തം ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആനടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നേർച്ച ആന എഴുന്നള്ളത്ത് ആരംഭിച്ചതാണ്. അഭീഷ്ട കാര്യസാധ്യത്തിന് വേണ്ടി ഭക്തജനങ്ങൾ നേർച്ചയായി എഴുന്നള്ളിക്കുന്ന ആനകളെയാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നത്. അമ്പലത്തിൽ നിങ്ങൾ ആനപ്രേമികൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ആനകളുടെ നിങ്ങളുടെ ഒരു ഇഷ്ടം എങ്ങനെയാണത്? നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആചാരത്തിനെ പെട്ടെന്ന് നിർത്തണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്സവം നിർത്താൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അല്ല, ഇത് നിർത്താൻ പറയുന്നതിന് തുല്യമാണ്. കാരണം ഈ പറയുന്ന അന്നും കോടതികളുണ്ട്, ഇന്നും കോടതികളുണ്ട്. അപ്പോൾ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പൂർവികന്മാരാണ്, നമ്മളാരും ഉണ്ടാക്കിയതല്ല ഈ ചടങ്ങെന്ന് പറയുന്നത്. ഇത് പൂർവികന്മാർ നമ്മൾ കാണിച്ചു തന്നെ. കാരണം തീർത്ഥബിംബം കുളിച്ചു വരുന്ന ഭഗവാൻ രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി എഴുന്നള്ളി വരണമെന്നാണ് തന്ത്രസമുച്ചയത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചടങ്ങുകളിൽ കുറിച്ച് ആധികാരികമായി പറയാൻ സാധിക്കുന്നത് മതപണ്ഡിതന്മാർക്കും തന്ത്രി മുഖ്യന്മാർക്കുമാണ് ഇതിനകത്ത് പറയാൻ. ഞാൻ മറ്റൊരു സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യത്തിനും കൂടി, ചേട്ടനാണ് ആനപ്പാപ്പാനാണ്. ചേട്ടാ, ഈ ആനയ്ക്ക് എങ്ങനെയൊക്കെയാണ് വിശ്രമങ്ങൾ? എങ്ങനെയൊക്കെയാണ് വിശ്രമങ്ങൾ? സാധാരണ എഴുന്നള്ളിപ്പുകൾക്ക് വെയിലത്ത് ആനകളെ എഴുന്നള്ളിക്കാറില്ല. അത് കേരള ആന സംരക്ഷണ നിയമപ്രകാരം അത് വളരെ ഭംഗിയായിട്ട് പാലിച്ചു പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ കേരളത്തിലുള്ളത്. ഉത്സവങ്ങൾക്ക് വളരെ ആഘോഷകരമായിട്ട് ആചാരപ്രകാരം ആനകളെ ഉപയോഗിക്കുന്നതും നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിപാലനങ്ങളും അതിൻ്റെ വിശ്രമങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ. ഈ ആനകളൊക്കെ അടുത്തടുത്ത് നിൽക്കുമ്പം ഈ ആനയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, തൊട്ടടുത്ത് ഈ ചെവി ആട്ടുന്നത്, അങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? അതിപ്പോൾ അകലം പാലിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും ആനകളെ നിരത്തി നിർത്തുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ആനകളെ നിർത്തുന്നത്. ഇതാണ് ആനയുടെ തോട്ടി? അതെ അതെ, ഇത് ആനയുടെ തോട്ടിയാണ്. ചേട്ടാ, ഈ പൂരത്തിന് ആനയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാവൂലേ? പിന്നെ ഞങ്ങളുടെ ഉത്സവം തന്നെ നിലച്ചു പോകും. ഇവിടുത്തെ പ്രധാന പൂരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 98 ആന വരെ യാതൊരു പ്രശ്നമില്ലാത്ത ഈ ആനടി എഴുന്നള്ളിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് എഴുന്നള്ളിക്കുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നം എഴുന്നള്ളിപ്പിൽ ആനകൾ ഉണ്ടാക്കിയിട്ടില്ല. ചെറുപ്പക്കാരോടും കൂടെ ഒന്ന് ചോദിക്കുക, എങ്ങനെ ഈ ആനകൾ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആനകൾ ഇപ്പോൾ കോടതി ഉത്തരവിന് ഏഷ്യയിലെ ഏറ്റവും വലിയ എലിഫന്റ് ഗ്യാതറിംഗ് നടക്കുന്ന ആനടി ക്ഷേത്രത്തിലാണ്. നാട്ടാന പരിപാലന ചട്ടം ഒരു കാരണവശാലും ലംഘിക്കാതെ നടക്കുന്ന ക്ഷേത്രോത്സവം തന്നെയാണ് ആനടിപ്പൂരം. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടു വളർന്ന അല്ലെങ്കിൽ കേട്ടു വളർന്ന ഒരു ആചാരം പെട്ടെന്ന് അതിനകത്തൊരു എന്താണ് ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ദിലീപ് നമുക്കൊപ്പം ചെയ്തത്. ദിലീപ്, അവരുടെ ആശങ്കകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യമേറിയതാണ്. ആ ആശങ്കകൾ പരിഹരിക്കണം. അതേസമയം തന്നെ കോടതി പരിഗണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 2 ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആകണം, 8 മീറ്റർ വേണം ആനകളും കാണികളും തമ്മിലുള്ള അകലം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പാലിക്കുക. 8 മണിക്കൂറെങ്കിലും ആനയ്ക്ക് വിശ്രമം കൊടുക്കുക. ഇതൊക്കെ കൃത്യമായിട്ടും പിന്തുടർന്നാൽ പല ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കാതെ വരും എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റികളുടെയും വിശ്വാസികളുടെയും ഒക്കെ ആശങ്ക.